യൂഷ്വലി കാണുന്ന ഒരു കാര്യമാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അതിനെക്കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അത് നമുക്ക് ഇമോഷണൽ കണക്ഷനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ലോങ് ഡിസ്റ്റൻസിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ ആർ വെരി ഫാർ ഓഫ് ആൻഡ് നമ്മൾ സാധാരണ റിലേഷൻഷിപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ബിക്കോസ് നമ്മളെ വ്യക്തിയെ കാണുന്നില്ല ആൻഡ് നമ്മൾ ചെയ്യുന്ന പലതും അവരും അറിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മളും അറിയുന്നില്ല. സോ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പ് അത്. ആൻഡ് കുറച്ചുകൂടെ കമ്മിറ്റ്മെന്റ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പാണത്. മീൻസ് ലോങ് ടേം റിലേഷൻഷിപ്പ് ക്യാൻ ഗോ റോങ് മച്ച് മോർ ഫാസ്റ്റർ ദാൻ നോർമൽ റിലേഷൻഷിപ്പ്. വളരെ നല്ല സക്സസ്ഫുൾ റിലേഷൻഷിപ്സ് പോലും ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിൽ പോവാണ്, അപ്പൊ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടെന്ന് തന്നെ തീരുമാനിക്കുന്നവരുണ്ട്. കാര്യം എന്തായാലും പ്രശ്നം ഉണ്ടാവും, സോ അതിലും ഭേദം ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻ ടു ഇറ്റ് എന്ന് പറയും. സോ ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ടു മെയിൻറ്റെയിൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ. പക്ഷെ അത് ചെയ്യും, രണ്ടുപേരും മ്യൂച്വലി ഞാൻ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും എന്നൊരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഓക്കെ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഈസി ഓൾസോ.